രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേനും സൂര്യൻ നല്ല അടിപൊളിയായിട്ട് ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും രാവിലത്തെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് സൂട്ടാവണേ. നമ്മൾ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടാലും നമ്മുടെ പച്ചക്കറികൾക്ക് കൂളായിട്ടിരിക്കണ്ടേ. അതിനുള്ള കുഞ്ഞു ടിപ്സുകളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഏപ്രിൽ മാസത്തെ വരവേൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. നമുക്ക് ആകെ കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു സൂര്യൻ്റെ ചൂടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെറസിൽ സോളാർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ തണലുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പൂച്ചെടികളൊക്കെ ആ തണലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ 2 നേരം നനച്ചു കൊടുക്കും. അപ്പോൾ ഇതിന് നല്ല ഈർപ്പം എപ്പോഴും നിലനിൽക്കും കേട്ടോ. പിന്നെ പയർ നട്ടിട്ടുള്ളത് ചാക്കിലാണ്. ചാക്കിൽ കരിയില നിറച്ചിട്ടാണ് പയർ നട്ടിട്ടുള്ളത്. പയറും മരച്ചീനും കൂട്ടി ഒരുമിച്ചാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് പയറൊക്കെ ഉണ്ടായി. പിന്നെ ഈ ടെറസ് ചൂട് പിടിക്കുമ്പോൾ ഈ ചാക്കും ചൂട് പിടിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിതിനെ പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പ്ലൈവുഡ് വെച്ചിട്ടാണ് ഞാനിതിനെ പൊക്കി വെച്ചിട്ടുള്ളത്. ചിരട്ടകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ പ്ലൈവുഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ചാക്കൊക്കെ കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ടെറസിൽ നിന്നുള്ള ചൂടും അവർക്ക് നേരെ തട്ടില്ല കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൻ്റെ ബോഡിയിൽ ഒരുപാട് കരിയിലൊക്കെ നിറച്ചിട്ട് കുറച്ച് മണ്ണിട്ടിട്ടാണ് ഞാൻ ഈ പപ്പായയും അതുപോലെ തന്നെ ചേമ്പും നട്ടിട്ടുള്ളത്. ചേമ്പൊക്കെ ചെറുതായിട്ടും മുള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ടയറിലുള്ള കൃഷിയാണ്. ടയറിന് വലിയ ഓട്ടമുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ ഒരു പ്ലൈവുഡിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. ലീക്കൊന്നും വരാത്ത രീതിയിൽ. അപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴുകി പോവുകയും ചെയ്യും. പിന്നെ കൂളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കരിയില അതിൽ ഫുള്ള് നിറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു വെർട്ടിക്കൽ മധുരക്കിഴങ്ങ് കൃഷിയാണ്. ഇത് ചാക്കിലൊരു ഫുള്ളും പുല്ല് നിറച്ചിട്ടാണ് കേട്ടോ ഈ ഒരു രീതി. അതും ഞാൻ ടെറസിൽ നിന്ന് നേരിട്ട് ചൂട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതും പൊക്കി വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ എല്ലാ പച്ചക്കറികളും ചാക്കിൽ ചകിരിയും അതുപോലെ തന്നെ കരിയിലയും നിറച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ടെറസിൽ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുത്ത വേനലിലും ഇവ നല്ല കൂളായിട്ട് തന്നെ ഇരിക്കും ചെയ്യും കേട്ടോ. ഇവിടെ വഴുതനങ്ങ വിളവെടുത്ത് കഴിഞ്ഞതാണ്. ഇനി 2ാമത്തെ സെക്ഷൻ പൂവൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വഴുതനങ്ങയുടെ ഒരുപാട് വഴുതനങ്ങ ഉണ്ടായതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴുതനങ്ങൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി 2 ചെറിയ വഴുതനങ്ങ മാത്രമേ ഉള്ളൂ. അതും നല്ല അടിപൊളിയായിട്ട് ടെറസിൻ്റെ ചൂട് തട്ടാതെ നല്ല സൂപ്പറായിട്ട് പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബേബി കൊട്ടയിൽ നട്ടിട്ടുള്ള ചീര ഇരിക്കണുണ്ട്. അത് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ തെർമോക്കോളിലും ഞാൻ ഫുള്ള് കരിയില നിറച്ചിട്ടാണ് ഈ ഒരു പൊന്നാങ്കണ്ണി നട്ടിട്ടുള്ളത്. അടിപൊളിയായിട്ടാണ് കേട്ടോ പൊന്നാങ്കണ്ണി സെറ്റായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൂളായിട്ടിരിക്കുന്ന വേപ്പ് കണ്ട നല്ല സൂപ്പറായിട്ടല്ലേ പിടിച്ച് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാ പച്ചക്കറികളും ടെറസിൽ നിന്ന് നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പച്ചക്കറിയും ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 നേരം ഞാൻ നനച്ചു കൊടുക്കും. പിന്നെ അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിന് തിരുന്നാനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ എനിക്ക് നനയ്ക്കാൻ ആളുള്ളത് കൊണ്ട് പിന്നെ ഞാൻ എല്ലാ ദിവസവും 2 നേരം നനച്ചു കൊടുക്കും. പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നാലും വീട്ടിൽ നനച്ചു കൊടുക്കാൻ ആളുണ്ട്. അപ്പം അത് കാരണം നമുക്ക് ആ ഒരു തിരുനാനയുടെ ഒരു കാര്യം ഞാൻ ഇതുവരെ ചെയ്തു വെച്ചിട്ടില്ല. എന്നാൽ പോലും നമ്മുടെ ഒരു നേരം നനച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ 2 നേരമല്ല 1 നേരമാണ് നനക്കുന്നതെങ്കിലും ഈ ഒരു കരിയിലയിലായ കാരണം അതിൽ നന്നായിട്ട് ഈർപ്പം നിലനിൽക്കും. അപ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കും. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. എൻ്റെ അതുപോലെ തന്നെ കാബേജ് കൃഷി ഉണ്ട്. നല്ല സൂപ്പറായിട്ടല്ലേ വളർന്നു വരുന്നത്. നല്ല അടിപൊളിയായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഈ ഒരു വേനലിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ്. പിന്നെ ഇത് നമ്മൾ സൂപ്പറായിട്ട് നല്ല പന്തലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കോവക്കക്ക്. അത് നല്ല പടർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നല്ല സൂപ്പറായിട്ട് പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ചാക്ക് അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ പച്ചക്കറി നടാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വിത്തൊക്കെ ഞാൻ മുളക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീര വെച്ചിട്ടുണ്ട്, വിത്ത് പാവിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വെണ്ടയുടെ വിത്തും വഴുതനങ്ങയുടെ വിത്തും അത് പാകാണ്ട്, അത് പായിട്ടില്ല.
കൈപ്പക്കൻ്റെ വിത്ത് ഞാൻ പാകിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കമ്പോസ്റ്റാണ് കേട്ടോ. ചാക്കിൽ കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചാരമൊക്കെ ഇടയ്ക്ക് കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ചെടികൾക്ക് ഒഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ചാണകം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. മാസത്തിലൊരിക്കൽ ഞാൻ ചാണകം ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ടൂൾസാണ്.